ഗൈസ് ഞങ്ങൾ ദുബായ് ഫ്രെയിമിന്റെ മുകളിലാണ്. ഞങ്ങളുടെ റൈറ്റ് സൈഡിലുള്ളത് ഓൾഡ് ദുബായും ലെഫ്റ്റ് സൈഡിലുള്ളത് ന്യൂ ദുബായാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ എന്ത് ചെയ്യാം, നമുക്കേ ഈ ഓൾഡ് ഇംഗ്ലീഷ് യൂസേജസ് വേഴ്സസ് ന്യൂ ഇംഗ്ലീഷ് യൂസേജ് വീഡിയോ ചെയ്താലോ. അതായത് കുറേ ഇംഗ്ലീഷ് യൂസേജസ് പണ്ട് ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പോൾ അത് മാറി അതിന് പകരം വേറെ പുതിയ യൂസേജസ് കുറച്ചുകൂടി എന്താ പറയുക യൂസേജിൽ വന്നു. അതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പണ്ട് ചോദിച്ചിരുന്നു ഹൗ ഡു യു ഡു ഒരു ഗ്രീറ്റിംഗ് ഇല്ല, ഹൗ ഡു യു ഡു. ആ സാധനം ഇപ്പം അധികം ആരും ഉപയോഗിച്ച് കേട്ടിട്ടില്ല. അപ്പോൾ പകരം എല്ലാവരും പറയാ ഹൗ യു ഡൂയിങ്, അല്ലെങ്കിൽ ഹൗ ആർ യു ഡൂയിങ് ചോദിക്കാം. ഹൗ ആർ യു ഡൂയിങ്, ഹൗ ആർ യു കുറച്ച് പഴുതായി പോയി. പിന്നെ ഹൗ ഹാവ് യു ബീൻ ഡൂയിങ്, അല്ലെങ്കിൽ വാട്സ്ആപ്പ്, അല്ലെങ്കിൽ ഹൗസ് ഇറ്റ് ഗോയിങ് അതൊക്കെയാണ് ചോദിക്കുക. ഹൗ ഡു യു ഡു ഒക്കെ ഇപ്പോൾ പഴുതായി തന്നെ പറയാം. ഹൗ യു ഡൂയിങ് ഇസ് ഫൈൻ. പിന്നെ അടുത്തത് ഇതിന്റെ റിപ്ലൈ I am fine. Classic reply. I am fine. I'm well. Yeah, I am fine is also fine. Nothing wrong in that. പക്ഷെ അത് കുറച്ചും കൂടി ഔട്ട്ഡേറ്റഡ് ആയി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് പറയും I am well is fine, അല്ലെങ്കിൽ I'm doing well, അല്ലെങ്കിൽ I'm good എന്ന് പറയുമ്പോൾ ഇപ്പോൾ works well. I'm good, അല്ലെങ്കിൽ I'm doing good, അല്ലെങ്കിൽ I'm doing great എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്തത് നന്ദിയുണ്ട്. Yeah. Thank you very much എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ചെറുപ്പത്തിലേക്ക് കേട്ട സംഭവമാണ്. Thank you very much. Thanks a lot. Thanks a ton. Thanks very much പറയാം. Thanks very much. Yeah. അപ്പോൾ ഇനി അടുത്തത് I expected this. ഞാൻ പ്രതീക്ഷിച്ചു. അത് കുറച്ചും കൂടി പഴയ യൂസേജ് ആണ്. I expected this. അതിനാണ് നമുക്ക് അതിന്റെ പുതിയ യൂസേജ് നമുക്ക് പറയാം I saw this coming. അപ്പോൾ എന്തെങ്കിലും സംഭവം പ്രതീക്ഷിച്ച സംഭവിക്കുകയാണെങ്കിൽ I saw this coming. അതൊരു നല്ല യൂസേജാണ്, പുതിയ യൂസേജാണ്. ഇനി അടുത്തപ്പോൾ ഏതാ ചോട്ടെ. ഇപ്പോൾ ഒരു ഫുഡ് കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ പറയാ, yummy. That's kind of new. It's delicious എന്ന് പറയാം. delicious food, നല്ല രുചിയുള്ള ഫുഡ്. delicious food ന് പകരം it was yummy, the food was yummy, അല്ലെങ്കിൽ the food was yum എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് വേറെ സംഭവമുണ്ട്, ഈ yummy-യും delicious-ഉം കമ്പൈൻ ചെയ്തിട്ട് the food was yummylicious എന്ന് പറയും. കേട്ടോ, കുറച്ചും കൂടി ഇൻഫോർമൽ സ്ലാങ് ടേം പോലെയാണ് yummylicious. ഇനി അടുത്തത് ഇപ്പം എന്താ പറയാ, ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ എക്സാക്ട്ലി ഞാൻ പറഞ്ഞു ടെക്സ്റ്റ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ഇസ് എ ന്യൂ യൂസേജ്. പണ്ട് ഇപ്പോൾ പറയാറില്ലേ മെസ്സേജ് മീ വെൻ യു ആർ ഫ്രീ, മെസ്സേജ് മീ വെൻ യു ലീവ് എന്ന് പറയില്ലേ. മെസ്സേജ് എന്നുള്ള വാക്ക് ഇപ്പോൾ അങ്ങനത്തെ ഒരു കോൺടെക്സ്റ്റ് ഉപയോഗിക്കുക കുറഞ്ഞു പോയി. അതൊരു പഴയ യൂസേജ്, ആർക്കേക്ക് യൂസേജ് എന്ന് പറയാം. മെസ്സേജ് മാറി എല്ലായിടത്തും ടെക്സ്റ്റ് ആയി. ടെക്സ്റ്റ് മീ വെൻ യു ആർ ഫ്രീ, പിങ് മീ പറയാം, പിങ് മീ വെൻ യു ആർ ഫ്രീ, ടെക്സ്റ്റ് പിങ് എന്ന് പറയാം. അതൊക്കെ കുറച്ചുകൂടി ന്യൂ യൂസേജ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കാര്യം ഒരാളെ അറിയിക്കാൻ വേണ്ടി എന്താ പറയുക, പണ്ട് I'll inform you. ഇപ്പോൾ എല്ലായിടത്തും I'll let you know ആണ്. I will let you know. Inform you is quite formal, right? Yeah, I'll inform you is formal. അതും ഫോമൽ ആണ്. let you know ഇപ്പോൾ ഫോർമലായിട്ട് വന്നു തുടങ്ങി. ഇപ്പോൾ എല്ലാവരും ഇമെയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് I'll let you know. It keeps on evolving, I guess. Language keeps on evolving, changing. അപ്പോൾ പഴയ യൂസേജ് തെറ്റൊന്നുമില്ല, പഴയ യൂസേജ് ഉപയോഗിക്കാം. പക്ഷേ പഴയ പുതിയ തമ്മിലൊരു ഇപ്പോൾ പുതിയതാണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പണ്ട് പറയും I will call you, we'll call you back എന്ന് പറയില്ല, we will call you back എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും പറയാം we'll get back to you. സെയിം മീനിങ് ആണ്, we'll get back to you കുറച്ചും കൂടി ഒരു പുതിയ യൂസേജ്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ യു ക്യാൻ ലേൺ ഇറ്റ് ഫ്രം അവർ ഓൺലൈൻ ഇംഗ്ലീഷ് കോഴ്സ്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ദ ലിങ്ക് ഈസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ക്ലിക്ക് ആൻഡ് ജോയിൻ us. നമുക്ക് ബാക്കി സമയം എക്സ്പ്ലോർ ചെയ്യാം. English House. English at your fingertips.